നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. അത്തനേഷ്യസ് യോഹൻ പ്രഥമൻ മെത്രാപ്പോലിത്ത എന്ന ഡോക്ടർ കെ.പി. യോഹന്നാൻ കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണവാർത്തയുടെ ചുവട്ടിൽ വന്ന കമൻറ്റുകൾ കണ്ട് വളരെയധികം സങ്കടം തോന്നി. എത്രമാത്രം വലിയ പരിഹാസങ്ങളാണ്, ഇത്രമാത്രം അവഹേളിക്കാൻ ആ മനുഷ്യൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാണ് ചെയ്തത്? ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് വേട്ടയാടിയില്ലേ? മരിക്കുമ്പോഴെങ്കിലും വെറുതെ വിട്ടുകൂടെ? അതല്ലേ വകതിരിവ്? അതല്ലേ മാന്യത? അതല്ലേ മനുഷ്യത്വം? എല്ലാവരും പരിഹസിക്കുന്നത് കെ.പി. യോഹന്നാൻ എന്ന പഴയ താറാവ് കൃഷിക്കാരനെ പറ്റിയാണ്. ഈ താറാവ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം മോശമായ എന്തെങ്കിലുമായിരുന്നു. അതും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടുംബത്തെ സഹായിക്കാൻ അദ്ദേഹം ഏർപ്പെട്ട പ്രവൃത്തിയാണ്. വായിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചവരാണല്ലോ നമ്മളെല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ നമുക്ക് പരിഹസിക്കാമല്ലോ. ആ പഴയ താറാവ് കൃഷിക്കാരൻ ഇന്ന് ശതകോടികൾ ആസ്തിയുള്ള ഒരു സഭയുടെ അധിപനായെങ്കിൽ, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അത് അയാളുടെ കഴിവുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഈ തിരുവല്ലയിൽ തന്നെ എത്രയോ സഭകളുണ്ട്. ഇവയോടൊക്കെ മത്സരിച്ചല്ലേ കെ.പി. യോഹന്നാൻ അനേക രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സഭ കെട്ടിപ്പൊക്കിയത്. അതിൻ്റെ മെത്രാപ്പൊലിത്തയായി അദ്ദേഹം ഇത്ര നാളും ആ സഭയെ നയിച്ചത്. ഡോക്ടർ കെ.പി. യോഹന്നാൻ എന്ന ഈ മനുഷ്യനെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് ഇന്നത്തെ ചില ന്യൂ ജനറേഷൻ സഭകളോടാണ്. അതായത് ഓരോ ദിവസവും പൊട്ടിമുളയ്ക്കുന്ന ചില സഭകളുണ്ട്. ചിട്ടി നടത്തിയും ബിസിനസ് നടത്തിയും ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ജീവിക്കാൻ വേണ്ടി സുവിശേഷ കച്ചവടക്കാരായ ചിലരോട് ഇദ്ദേഹത്തെ താരതമ്യപ്പെടുത്തണം. അപ്പോഴേ കെ.പി. യോഹന്നാനും ഇവരുമൊക്കെ തമ്മിലുള്ള അന്തരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വിശ്വാസികളെ ഉന്മാദാവസ്ഥയിലാക്കി പാടിച്ചും ചാടിച്ചും തുള്ളിച്ചുമൊക്കെ അവരുടെ കയ്യിലെ സ്വർണം വരെ ഊരി വാങ്ങിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് പുട്ടടിച്ച സുവിശേഷ തൊഴിലാളികളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള പലരും. പക്ഷേ ഡോക്ടർ കെ.പി. യോഹന്നാൻ എന്ന ബിഷപ്പ് എന്താണ് ചെയ്തത്? ഭാരതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന കൊച്ചു ഗ്രാമങ്ങളിൽ പോലും അദ്ദേഹം ജനസേവനവുമായി എത്തി. അത് മതപരിവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ അയാൾ ഉണ്ടാക്കിയതിൽ നിന്നും നല്ലൊരു പങ്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. എത്ര സ്ഥാപനങ്ങളാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയത്. തിരുവല്ലയിൽ തന്നെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് നമുക്കറിയാം. എത്രയോ പേരവിടെ ജോലി ചെയ്യുന്നു. എത്ര കുടുംബങ്ങളാണ് ആ ആശുപത്രി വഴി കഴിഞ്ഞു പോകുന്നത്. വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറയട്ടെ. പലപ്പോഴും ബിലീവേഴ്സ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പരിചയമുള്ള പല രാഷ്ട്രീയക്കാരെയും, അതായത് പല പാർട്ടികളിൽപ്പെട്ട ആളുകളെയും അവിടെ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ ഏകസ്വരത്തിൽ പറഞ്ഞ ഒരു മറുപടി, അവർക്ക് പ്രിയപ്പെട്ടവരോ അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള ആരെങ്കിലുമോ ആ ആശുപത്രിയിൽ കിടപ്പുണ്ട്, അവരുടെ ഡിസ്ചാർജാണ്, അപ്പോൾ ആയിരിക്കുന്ന ബില്ലിൽ നിന്ന് നല്ലൊരു തുക ഡിസ്കൗണ്ട് വേണം. ബന്ധപ്പെട്ടവരെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, നേരിട്ട് ചെന്ന് കണ്ട് പറയാനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞാൽ ഈ ബില്ലിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന്. തീർച്ചയായും കണ്ടു പറഞ്ഞാൽ അത് മനസ്സിലാക്കും എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത്. എത്ര ആശുപത്രികളുണ്ട്, എത്ര ആശുപത്രികൾ നടത്തുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഡോക്ടർ കെ.പി. യോഹന്നാൻ എന്ന അത്തനേഷ്യസ് യോഹൻ പ്രഥമൻ മെത്രാപ്പൊലിത്തയുടെ വിയോഗത്തിൽ തിരുവല്ല മീഡിയയ്ക്കും അഗാധമായ ദുഃഖമുണ്ട്. അനുശോചനം രേഖപ്പെടുത്തട്ടെ. ഞങ്ങൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കേൾക്കുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം കുറ്റപ്പെടുത്തലുകൾ കേട്ട ഒരു ആത്മീയ നേതാവുണ്ടാകില്ല. ഇത്രയധികം വിമർശനങ്ങൾ കേട്ട ഒരു ആത്മീയ പ്രഭാഷകൻ ഉണ്ടാകില്ല. ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു ആത്മീയ ആചാര്യനുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി അനുഭവിച്ചിട്ട് അദ്ദേഹത്തിനിട്ട് തന്നെ പണി കൊടുത്ത രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമ സ്ഥാപനങ്ങളും നിരവധിയാണ്. പറഞ്ഞു വരുന്നത് മറ്റാരെപ്പറ്റിയും അല്ല, ഡോക്ടർ കെ.പി. യോഹന്നാൻ എന്ന അത്തനേഷ്യസ് പ്രഥമൻ മെത്രാപ്പൊലിത്തയെ പറ്റിയാണ്. ഒരു കാലത്ത് ജാതിമത സമുദായ ഭേദമന്യേ
മലയാളികളുടെ പ്രഭാതങ്ങളെ ധന്യമാക്കിയ ഒരു റേഡിയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആത്മീയ യാത്ര എന്നായിരുന്നു അതിന് പേര്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കണം എന്നുപോലും കരുതിയിരുന്ന അനേകായിരങ്ങളുടെ മനസ്സിലേക്ക് പ്രത്യാശയുടെ സന്ദേശം ആഴത്തിൽ വേരുറപ്പിച്ച ഒരു റേഡിയോ പ്രോഗ്രാം. ആ ശബ്ദത്തിനൊപ്പം കേൾവിക്കാരനും പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെയുള്ള അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിലേക്ക് നടത്തിയ ആ വഴികാട്ടിയുടെ പേര് KP യോഹന്നാൻ എന്നായിരുന്നു. ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു. ആത്മീയ യാത്ര എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വിശ്വാസ സമൂഹത്തിൽ തരംഗമായി മാറി. നിനക്ക് എന്ത് പ്രശ്നമുണ്ടോ അത് ആത്മീയ യാത്രയിലേക്ക് കത്തിൻ്റെ രൂപത്തിൽ അയക്കാം. ഒരു പറ്റം ദൈവദാസന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലാഭേച്ഛയില്ലാതെ, സ്വാർത്ഥ മോഹങ്ങളില്ലാതെ വേദനിക്കുന്ന സഹജീവികൾക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ KP യോഹന്നാന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടിയപ്പോൾ അന്നുവരെയുള്ള സുവിശേഷ പ്രവർത്തന ചരിത്രം തന്നെയാണ് മാറ്റിമറിച്ചത്. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സഭകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ ദൈവദാസന്റെ ആത്മീയ പ്രസ്ഥാനം വളർന്ന് പന്തലിക്കാൻ തുടങ്ങി. വിശ്വാസികളുടെ കുത്തൊഴുക്ക് സംസ്ഥാനവും രാജ്യവും കടന്ന് അന്തർദേശീയ തലത്തിൽ വരെ എത്തി. ഇതിനിടെ ആ പ്രസ്ഥാനം എപ്പിസ്കോപ്പൽ സഭയായി മാറി. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതിന് തുടക്കം കുറിച്ച ദൈവദാസൻ ബിഷപ്പായി മാറി. സഭയ്ക്ക് കീഴിൽ സ്കൂളുകളും കോളേജുകളും ഹോസ്പിറ്റലുകളും സന്നദ്ധ സംഘടനകളും മറ്റനേകം പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടു. സഭകളുടെ ഈറ്റില്ലമായ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വത്തുള്ള സഭയായിപ്പോലും അത് മാറി. ഇന്നത്തെ ചില ന്യൂ ജനറേഷൻ സഭകൾ ചെയ്യുന്നത് പോലെ വിശ്വാസികളെ ഉന്മാദ അവസ്ഥയിലാക്കി സ്തോത്രകാഴ്ച സഞ്ചിയിൽ പാവപ്പെട്ടവൻ്റെ സ്വർണം ഊരിയിടിപ്പിച്ച് ഉണ്ടാക്കിയതല്ല ഈ കാണുന്നതൊന്നും. 17 രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. ഡോക്ടർ KP യോഹന്നാൻ എന്ന സാധാരണ മനുഷ്യൻ്റെയും ബിലീവേഴ്സ് സഭയുടെയും വളർച്ചയിൽ ഏറെ അസൂയപ്പെട്ടത് ക്രൈസ്തവർക്കിടയിലുള്ളവർ തന്നെയാണെന്ന് വേദനയോടെ പറയേണ്ടി വരും. തക്കം പാർത്തിരുന്ന പലരും അവസരം നോക്കി അദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ അദ്ദേഹം സഹായിച്ചവർ പോലും മൗനം പാലിച്ചു. ഇതര ക്രൈസ്തവ സഭകളുടെ അധിപന്മാർ പലരും ഒരഭിപ്രായം പോലും പറയാതെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി. എല്ലാവർക്കും സ്വന്തം തടി മാത്രമായിരുന്നു പ്രശ്നം. പക്ഷേ മല പോലെ വന്ന ആരോപണങ്ങളിൽ ഒറ്റയൊരെണ്ണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരം. അപ്പോൾ പിന്നെ ഈ വേട്ടയാടലുകൾ എന്തിന്, ആർക്കു വേണ്ടി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിലുള്ള തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് പോകണം. പാവപ്പെട്ടവന് പേടിക്കാതെ കയറി ചെല്ലാവുന്ന കേരളത്തിലെ അപൂർവം ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഒന്നാണത്. ഏതെങ്കിലും രോഗിക്ക് ബില്ല് കൊടുത്തു കഴുത്തറുത്തു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാകില്ല. കാരണം അവിടെ അങ്ങനെ ചെയ്യില്ല. ഇതെല്ലാം ചെയ്യുന്ന, ഭാരതത്തിലെ അനേകായിരം ചേരികളിൽ അന്നമേകുന്ന, പാവപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സഹായമേകുന്ന, അനേകം സാധു സ്ത്രീകൾക്ക് വിവാഹ ധനസഹായം നൽകുന്ന, സർക്കാർ നിശ്ചയിച്ച ശമ്പളം തുടക്കം മുതൽ നേഴ്സുമാർക്ക് നൽകുന്ന, ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന KP യോഹന്നാൻ എന്ന ആചാര്യൻ പലർക്കും മൂർച്ചയാണ്. പ്രിയ തിരുമനസ്, അങ്ങ് ക്ഷമിക്കുക. ഈ ലോകം ഇങ്ങനെയാണ്.